ബഹുമാനപ്പെട്ട ഹാഫിദുദ് ദുനിയ ഇമാം ഇബ്നു അൽ അസ്ഖലാനി പറയുന്നു. വമൻ ലം യുലാഹിദ് ദാലിക ലാ യുബാലി ബിഅമലിൽ മൗലിദ് ഫീ അയ്യി യൗമിൻ മിന അശ്ശഹർ. അന്നില്ലെങ്കിൽ പിന്നെ ഏത് ദിവസവുമാകാം എന്നും ഹാഫിദുദ് ദുനിയ ഇമാം ഇബ്നു അൽ അസ്ഖലാനി പറയുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ജന്മത്തെ കൊണ്ട് സന്തോഷിക്കാം, മുത്തുനബിയെ കൊണ്ട് സന്തോഷിക്കാം എന്നതിന്റെ തെളിവ് വിശുദ്ധ ഖുർആനാകുന്നു. സൂറത്ത് യൂനുസ് ആകുന്നു, 58-ാമത്തെ ആയത്താകുന്നു. അതിനെ വിശദീകരിച്ചത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആകുന്നു. എന്നിട്ട് എന്റെ 4 ഖലീഫന്മാർ ഈ പ്രവാചകന്റെ ജന്മദിനം കൊണ്ടാടാഞ്ഞ് മുലേരെ? ഈ 4 പ്രവാചകന്മാർ എന്തുകൊണ്ട് ഈ റബീഉൽ അവ്വൽ 12 റസൂലിന്റെ ജന്മദിനം കൊണ്ടാടിയ തെളിവില്ലല്ലോ? ഈ ഖുർആനിൽ നിങ്ങൾ പറഞ്ഞ ആയത്ത് ഓതിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉത്തരം കൂട്ടാതെ കുറച്ച് സംശയങ്ങൾ ഒരുപാട് ചോദിക്കാണ്ട് നിങ്ങൾ കൂട്ടിയിട്ട് പറയില്ലേ? സമയം ഉണ്ടാക്കില്ല, നമ്മൾ ചോദിക്കാൻ ഒരുപാടുണ്ട്. ഒരു കാര്യം ചോദിക്കട്ടെ, നബി സല്ലല്ലാഹു ഖുർആൻ നിങ്ങൾക്ക് തെളിവാണോ? അല്ലേ? ആണ്. അപ്പൊ ഖുർആനിലെ ഒരു ആയത്ത് പറഞ്ഞാൽ പിന്നെ ഖുലഫാ ചെയ്തിട്ടുണ്ടോ, അബൂബക്കർ റളിയല്ലാഹു ചെയ്തിട്ടുണ്ടോ, ഉമർ റളിയല്ലാഹു ഇങ്ങനെ 24 ലക്ഷക്കണക്കിന് സ്വഹാബത്തിന് അവർ ചെയ്തിട്ടുണ്ടോ, ഇവർ ചെയ്തിട്ടുണ്ടോ? എന്ത് ചോദ്യം! അള്ളാഹുവിന്റെ ഖുർആനാണ് ഒന്നാമത്തെ തെളിവ്. അത് പറഞ്ഞാൽ പിന്നെ അബൂബക്കർ റളിയല്ലാഹു ചെയ്തിട്ടുണ്ടോ ചോദിക്കാൻ പാടുണ്ടോ? പിന്നെ ഉമർ റളിയല്ലാഹു ചെയ്തിട്ടുണ്ടോ ചോദിക്കാൻ പാടുണ്ടോ? അള്ളാന്റെ റഹ്മത്തായ റസൂലിനെ കൊണ്ട് സ്വഹാബത്ത് സന്തോഷിച്ചിട്ടുണ്ട്. അതല്ലേ ഞാൻ പറഞ്ഞത് ഫതുഹുൽ ബാരിയിൽ നിന്ന്. ഫതുഹുൽ ബാരി നേരത്തെ വായിച്ചില്ലേ? ആ ഫതുഹുൽ ബാരിയിൽ അസ്അദ് ബിൻ സുറാറ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ സ്വഹാബത്ത് ഇരുന്നില്ലേ? മുത്തുനബിയെ കുറിച്ച് മദ്ഹ് പറഞ്ഞില്ലേ? ആട് നടത്തില്ലേ? അതിന് ദിവസം നിശ്ചയിച്ചില്ലേ? ഫതുഹുൽ ബാരിയാണ് എന്റെ കയ്യിലുള്ളത്. ഈ ഫതുഹുൽ ബാരിയിൽ പറയുന്നു, അസ്അദ് ബിൻ സുറാറ റളിയല്ലാഹു അൻഹു വീട്ടിൽ സ്വഹീഹായ ഹദീസാണ്. ആർക്കെങ്കിലും നിഷേധിക്കാൻ സാധിക്കുമോ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് മദ്ഹ് പറയുകയും ആടിനറുത്തു കൊടുക്കുകയും ചെയ്തു. സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും റബീഉൽ അവ്വൽ 12 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നപ്പോ കുട്ടികൾ ദഫ് മുട്ടിക്കൊണ്ട് ത്വലഅൽ ബദ്റു അലൈനാ മിൻ സനിയാതിൽ വദാഇ വജബ ശുക്രു അലൈനാ മദഅ ലില്ലാഹി ദാഇ വജബ അശ്ശുക്രു. മുത്തുനബിയെ കുറിച്ച് സന്തോഷിക്കുക എന്ന, നന്ദി കാണിക്കുക എന്ന ഈ ശുക്ർ ഞങ്ങൾക്ക് അനിവാര്യമായിരിക്കുന്നു. ഇന്ന് മാത്രമല്ല ഖിയാമത്ത് നാൾ വരെ ആരാ ചെയ്തത്? സ്വഹാബത്ത്. എന്നാ ചെയ്തത്? റബീഉൽ അവ്വൽ. ഏത് ദിവസാ ചെയ്തത്? 12 അന്ന്. നിഷേധിക്കാൻ സാധിക്കുമോ നിങ്ങൾക്ക്? സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് പാടി ആനയിച്ചു. ഇത് റബീഉൽ അവ്വൽ മാസത്തിലാണ്. ഇത് റബീഉൽ അവ്വൽ 12 സ്വഹാബത്താണ് ചെയ്തത്. അപ്പോ ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ആയത്ത് പറഞ്ഞു, അത് സ്വഹാബത്ത് ചെയ്തത് പറഞ്ഞു. പിന്നീട് അതിനുള്ള എല്ലാ തെളിവുകളും പറഞ്ഞു, തഫ്സീർ പറഞ്ഞു. ഇനിയും ആർക്കെങ്കിലും ഇത് തെളിവെല്ലാം തോന്നുന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. എന്ത്? അള്ളാഹു ചെയ്ത നിഅമത്തിനെ ആരെങ്കിലും ഏറ്റെടുക്കുന്നില്ലെങ്കിൽ, അവൻ അതിനെ തള്ളിക്കളയുകയാണെങ്കിൽ അവനോട് എന്ത് പറയാനാ? അള്ളാഹു നിഅമത്ത് നൽകിയിട്ട് അതിനോട് കുഫ്റാൻ ചെയ്യുന്നവർക്ക് നരകമാണുള്ളത്. സഹോദര, നിങ്ങൾ നരകത്തിലേക്ക് പോകാനാണോ ഉദ്ദേശിച്ചിരിക്കുന്നത്? അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഈ ചെല്ലിയതൊക്കെ ഈ റസൂലിന്റെ ജന്മദിനത്തിന് വേണ്ടിയിട്ടാണോ ചെല്ലിയത്? ഇപ്പോ ഈ റസൂലിന്റെ ജന്മദിനത്തിന്റെ ആദ്യം പ്രത്യേകിച്ചാണല്ലോ ഈ ബൈത്തൊക്കെ ചെല്ലിയത്. നബിദിനത്തിന്റെ അന്നാണ് ചെല്ലിയതെന്ന് ഞാൻ പറഞ്ഞില്ല. നിഷേധിക്കാൻ കഴിയോ? റബീഉൽ അവ്വൽ 12 ചെല്ലിയത്. റബീഉൽ അവ്വൽ 12 ചെല്ലിയത്. ഇത് തഹ്ദീബുൽ ലുഗാത്തി തഹ്ദീബുൽ അസ്മാഇ വൽ ലുഗാത്ത് ഇമാം നവവിയുടെ കിതാബാണ്. നോക്കൂ, ഈ കിതാബിലാണ് അത് പറഞ്ഞിട്ടുള്ളത്. നിഷേധിക്കാൻ സാധിക്കുമോ? വെറുതെ പറയുന്നതല്ല. നിങ്ങൾ എന്താ വിചാരിച്ച്? നിങ്ങൾ മുജാഹിദിന്റെ പ്രസംഗം ഇങ്ങനെ കേട്ട് ഇങ്ങനെ റെഡി ആയിട്ട് ആമന്ന സല്ലംന. ഇതേ ഇത്തഖദു അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബൻ മിൻ ദൂനില്ലാ എന്ന് പറഞ്ഞില്ലേ? ഏത്? അവരെ ശൈഖന്മാർ പറഞ്ഞ അതന്നെയാണ് സത്യം, അതന്നെയാണ് സത്യം. അതിന്റെ അപ്പുറത്തുള്ളതൊക്കെ സത്യമല്ല എന്നാണ് മനസ്സിലാക്കി പ്രജുഡീസ്ഡ് മൈൻഡോട് കൂടെയാ വന്ന് അവരിക്കുന്നത്. മറ്റതൊക്കെ ലലാലത്ത് പറയേണ്ട ആൾക്കാർ, ഇതൊക്കെയാണ് പുതിയ ആൾക്കാർ, ഇങ്ങനെ പുതിയ മോഡേൺ വിഷയങ്ങൾ പറയണ്ടല്ലെന്ന് തെറ്റിദ്ധരിച്ച സഹോദര, നിങ്ങളെ ഞാൻ ഹിദായത്തിലേക്ക് ക്ഷണിക്കുന്നു.
ഇതാ ഇനി നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇത് മലയാളമാണ്. ഇസ്ലാമിക ചരിത്ര പാഠപുസ്തകം 4ാം ക്ലാസ്സിലേക്ക് തയ്യാറാക്കിയ മുജാഹിദുകളുടെ പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ ഇതാ പറയുന്നു എന്ത് റബീഉൽ അവ്വൽ 12-നാണ് ഈ സംഭവം ഉണ്ടായത് എന്ന്. അതാ റബീഉൽ അവ്വൽ 12-നാണ് ഈ സംഭവം ഉണ്ടായത്. അങ്ങനെ റബീഉൽ അവ്വൽ 12-ന് അതായത് ക്രിസ്താബ്ദം 622 സെപ്റ്റംബർ 20-ന് ത്വലഅൽ ബദ്റു അലൈനാ മിൻ സനിയാത്തിൽ വദാഇ വജബ ശുക്രു അലൈനാ മദാ ലില്ലാഹി ദാഇ. എന്താ വേണ്ടി പച്ച മലയാളത്തിൽ എല്ലാവർക്കും മനസ്സിലാവുന്ന ഭാഷയിൽ അടക്കം പറഞ്ഞു. നിങ്ങളെ പുസ്തകമാണ് ഇതാ 4ാം ക്ലാസ്സിലേക്ക് തയ്യാറാക്കിയതാണ്. KNM എഡ്യൂക്കേഷൻ ബോർഡ് പ്രസിദ്ധീകരിച്ചതാണ്. ഞാൻ ജംഷീദ് താനൂര്. ഇപ്പോൾ നിങ്ങൾ ആ പറഞ്ഞ ആള് ഈ വിഷയത്തിനെ അംഗീകരിച്ചില്ല എന്ന് പറഞ്ഞിട്ട്